നാം വാലിഡേഷന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. വാലിഡേഷൻ നമ്മുടെ ആത്മാവിൽ ദൈവം എഴുതി വച്ചിട്ടുണ്ട്. ദൈവം ആത്മാവാകുന്നു. നമ്മുടെ ആത്മാവ് സർവശക്തനും സർവവ്യാപിയുമായ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അത് നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് നമ്മിലുള്ള സ്ട്രെങ്ത്, കംഫർട്ട്, പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാം. പരമാത്മാവിൻ്റെ വാസസ്ഥലമാണ് നമ്മുടെ ആത്മാവ്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ആത്മാവോട് ദൈവത്തെ സ്നേഹിച്ചാൽ നിങ്ങളുടെ ഹാർട്ട് ഹീലാവും. ഡിപ്രഷൻ, ആങ്സൈറ്റി മാറിപ്പോകും. എപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ നല്ലത് മാത്രം ചിന്തിക്കും. നല്ല തോട്ട്സ് മാത്രമേ വരത്തുള്ളൂ. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. മനസ്സിൽ ദൈവവുമായി ഒരു റിലേഷൻഷിപ്പിലാവാം. എല്ലാ പാസ്റ്റിലുള്ള വേദനകളെ മറക്കാം. ഒത്തിരി വേദനയുള്ള മുറിവുകൾ മനസ്സിലുണ്ടായിട്ടുണ്ട്. ആ ഹട്ടിനെ ഹീൽ ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്നത് പേടിയാണ്. എന്തിനാണോ നിങ്ങൾ ഫിയർ ചെയ്യുന്നത്? ഒരു പക്ഷേ ഫിനാൻസിനെ കുറിച്ചോ, നല്ലൊരു വീടിനാണോ, അതോ ജോലിയാണോ, അതോ രോഗമാണോ? എന്ത് തന്നെ വന്നാലും പോസിറ്റീവായി കാണുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഫിയർ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു. അതിനാൽ കോൺഫിഡൻസ് ആവുക. പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവാണ് ധൈര്യം. പേടി നിങ്ങളുടെ ഗോളിനെ ഇല്ലാതാക്കുന്നു. ഫെയിലുവറിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ട് മനസ്സിലെ പേടി മാറ്റാനായി മനസ്സിലെ പോസിറ്റീവ് അഫർമേഷനിലേക്ക് നയിക്കാം. നല്ല ദൃഢപ്രതിജ്ഞ എടുക്കാം. എല്ലാം നല്ലതേ വരൂ. ഞാൻ ദൈവത്തിൻ്റെ ചൈൽഡാണ്. എനിക്ക് നല്ലതു മാത്രം വരും. ഞാൻ ഒന്നിനെയും പേടിക്കില്ല. ആരുടെയും വാലിഡേഷൻ വേണ്ട. എൻ്റെ ബ്ലെസ്സിങ്സ്, എൻ്റെ വാലിഡേഷൻ അത് എന്നിലുള്ള ആത്മാവാണ് എന്ന് ദൃഢമായി വിശ്വസിക്കുക. ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്.